പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ, ഒരു കുക്കറി മോഡലുള്ള ഒരു ഇതാണ്. ഭാര്യ അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരൊറ്റ കറിയേ ഉള്ളൂ. എനിക്ക് സാമ്പാർ വെച്ചിട്ടായിരുന്നു പോയത്. സാമ്പാർ വെച്ചിട്ടാണ് അവൾ പോയത്. അപ്പോൾ ഒരു സ്നാക്സ് വേണം. ഒരു സ്നാക്സ് ഇതിൻ്റെ കൂടെ ഒരു പേര് പോലെ ഉണ്ടാക്കാനാണ് പോകുന്നത്. വഴുതിനയാണ്. വഴുതിന എടുത്ത് ഇത് വെളിച്ചമില്ല, അതിന് വെളിച്ചം വരുത്തുക. വഴുതിന കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാനാണ് പോകുന്നത്. വഴുതിന മുറിച്ച് കട്ടാക്കിയിട്ടുണ്ട്. ഇത് നേരെ ചെറിയ സ്ലൈസായിട്ട് ഇതേപോലെ സ്ലൈസായിട്ട് മുറിക്കുന്നതാണ്. ചെറിയ നേർങ്ങനെ ഇതേപോലെ വളരെ നേർങ്ങനെ മുറിക്കണം. കത്തിക്ക് മൂർച്ചയൊക്കെ കുറവാണ്. എന്നാലും ഇത് മുറിക്കുന്നത് ഇതേപോലെ മുറിച്ചിട്ട് മുറിക്കാൻ തുടങ്ങി. വഴുതിന എടുത്തു. ഒരു വഴുതിനങ്ങ എടുത്തിട്ട് പിന്നെ നേർങ്ങനെ ഇതേപോലെ സ്ലൈസ് ചെയ്യാം. കത്തിക്ക് മൂർച്ചം കുറവാണ്. ഇതേപോലെ നേർങ്ങനെ മുറിക്കുക. മുറിച്ചിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളെ മുറിക്കുന്നുണ്ട്. വഴുതിന ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് എടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലിടുന്നുണ്ട്. ഒരു പാത്രത്തിൽ ഇടുന്നു. ഇതേപോലെ പാത്രത്തിൽ ഇടുന്നു. ഇതേപോലെ ഒരു ബൗളിൽ എടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ഉപ്പ് ഇടണം. ഇതേപോലെ ഉപ്പ് കുറച്ച് എടുക്കുക. ഉപ്പ് കുറച്ചെടുത്തതിന് എടുക്കുക. ഉപ്പ് അധികമായി പോരുത്. ഉപ്പ് ആവശ്യമുള്ള ഉപ്പിടുക. പിന്നെ മുളക് പൊടി കുറച്ചിടുക. അതേപോലെ മുളക് പൊടി ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി കൂടിയുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളമെടുത്ത് നല്ലതാണ്. കുറച്ച് വെള്ളമെടുത്ത് ഇതൊക്കെ മിക്സ് ചെയ്യാം. ഗൾഫിൽ അവരുടെയെല്ലാം ഒറ്റക്ക് താമസിക്കുന്നവർക്കെല്ലാം ഇന്ന് ഭാര്യ ഇവിടെ വീട്ടിലില്ല. ഞാൻ മത്സ്യം വാങ്ങിയിട്ടില്ല. ഇന്ന് വെജിറ്റേറിയനാക്കി കളയാൻ വിചാരിച്ചു. അപ്പോൾ സാമ്പാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഉപ്പേരി എന്ന നിലക്കാണ് ഇതുണ്ടാക്കുന്നത്. ഉപ്പ് പാകത്തിന് വേണം. കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് ലാടി ഇതായി കിട്ടും. ഇതേപോലെ ഇട്ട് ഉപ്പ്, മുളക്, കുറച്ച് മഞ്ഞൾ നല്ലതാണ്. ഇവിടെ അധികം മുളകൊന്നും വാരിയിട്ടിട്ട് അൾസറൊന്നും വരുത്തരുത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വേറെ ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം. എല്ലാവരും ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി എൻ്റെ അടുത്ത ഭാഗം കാണിക്കുന്നത്. അതേപോലെ ഉപ്പ്
വഴുതനങ്ങ ഇതേപോലെ നേരിയതായി മുറിച്ചതിൻ്റെ കൂടെ ഉപ്പ്, പിന്നെ മഞ്ഞൾ, മുളക് ഇത്രയേ വേണ്ടു. അതിന് ശേഷം ഒരു പാത്രത്തിൽ ഇപ്പം വെളിച്ചെണ്ണ എടുത്ത്, വെളിച്ചെണ്ണയിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കിയതിന് ശേഷം വെള്ളം ഇതായി കഴിയും. ആ വെള്ളം പോകട്ടെ. എൻ്റെ കലമിട്ടതിൽ കുറച്ച് വെള്ളമായിട്ടുണ്ട്. ആ വെള്ളം പോയതിന് ശേഷം വെള്ളമെല്ലാം വെളിച്ചെണ്ണയിലുള്ള വെള്ളമെല്ലാം ആദ്യമായി പോയതിന് ശേഷം ഇതേപോലെ മുറിച്ച സാധനം, അതായത് വഴുതന, മുളക്, ഉപ്പ്, മഞ്ഞൾ പുരട്ടിയ വഴുതന ഇതേപോലെ ഇടുക. വളരെ നല്ലതാണ്. ഇപ്പോൾ ഒറ്റക്കെല്ലാം താമസിക്കുന്ന ഗൾഫിലൊക്കെ ഉള്ളവരല്ലേ, അന്യ സംസ്ഥാനത്തുള്ളവർക്കെല്ലാം ഇത് വളരെ നല്ലൊരു കാര്യം. നമ്മൾ തലശ്ശേരി ആണ് എൻ്റെ സ്വദേശമായിരുന്നത്. അപ്പോൾ അവിടെയുള്ള നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് വളരെ ടേസ്റ്റിയാണ്. ചോറിന് പൊരിച്ച മീൻ ഇന്ന് കിട്ടാത്ത ദിവസം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതേപോലെ നമ്മൾ കുറച്ച് നേരം വെന്താൽ മതി. പൊരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിടണം. ഒരു കുക്കിംഗ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ശശിധരൻസ് വ്ളോഗിൽ ശശിധരനാണ് ഇത് ചെയ്യുന്നത്. നമ്മൾക്ക് ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചത് കാരണം ഇതാണ്. ഇത് സ്വന്തമായിട്ട് ഒറ്റക്കാണ് വീഡിയോ ഇടുന്നത്. എല്ലാം മുട്ടലും പാടലും തുള്ളലും എല്ലാം ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് കുറച്ച് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. ഊണ് ഭക്ഷണം കഴിച്ചിട്ടില്ല, സമയം കുറച്ചായി. അപ്പോൾ ഇത് നല്ല മുളക് അധികം വേണ്ടുന്നവർക്ക് മുളക് കൂടുതലിടാം. പക്ഷേ അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാനിപ്പോൾ കുറച്ച് ഞാൻ പ്രായമുള്ള ഒരാളായതുകൊണ്ട് ഇത്രയേ ഇട്ടിട്ടുള്ളൂ. ഇത് കുറച്ച് വേവുന്നുണ്ട്. വെന്തതിന് ശേഷം മറിച്ചിടണം. ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മറിച്ചിടണം. ഇത് വഴുതനങ്ങ പൊരിച്ചതെന്ന് എന്തെങ്കിലും പറയുക, എന്നിട്ട് പേരിടാം. ബ്രിഞ്ചോൾ ഫ്രൈ എന്നോ എന്തെങ്കിലും പേരിട്ടുള്ളൂ. ഇത് നമ്മുടെ തലശ്ശേരിയുള്ള സ്വഭാവമാണ്. ചെറുപ്പത്തിൽ കാലത്തിലെ നമ്മുടെ അമ്മയുടെ സ്ഥാനത്തുള്ളവരൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന. പിന്നെ ഇതേപോലെ വഴുതനയല്ലാതെ ഉരുളക്കിഴങ്ങ് കൊണ്ടും ഇതേപോലെ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റായിരിക്കും. അച്ചാറിനേക്കാളെല്ലാം സേഫായ സാധനമാണ്. എണ്ണ നല്ലോണം മാറ്റിക്കളയണം. കൊളസ്ട്രോൾ ഉള്ളവരൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കി കഴിക്കണ്ട. ഞാനൊക്കെല്ലാം കൊളസ്ട്രോൾ ഉണ്ട്, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുവെന്ന് മാത്രം. കൊളസ്ട്രോൾ വെളിച്ചെണ്ണ പറ്റൂല. എൻ്റെ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഏതെണ്ണയാണ് കൊളസ്ട്രോളിന് ഉള്ളവർക്ക് ഏറ്റവും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരെണ്ണയും കൊളസ്ട്രോളിന് സൂട്ടല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തവർ, ചെറുപ്പക്കാർക്കെല്ലാം ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കുറച്ചുകൂടെ മുളക് വേണം, എന്നാലും അതിൻ്റെ ഒരു കളറുണ്ടാവും. മുളക് കുറവാണ്. ഏകദേശം ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഇതേപോലെ മറിച്ചിടുക. കുറേശ്ശായിട്ട് മറിച്ചിടുക. നമ്മൾ പുറമെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ, കായ് എന്ന് വെച്ചാൽ പച്ചക്കായ വറുക്കുന്ന കായ വറവ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് വേറൊന്നുമില്ല. ഇതേപോലെ കുറച്ച് നല്ലോണം മൊരിയണം. മൊരിഞ്ഞാൽ മാത്രമേ ഇത് കഴിക്കാൻ രസമുണ്ടാവും. നല്ല പോലെ മൊരിയണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, വയനാട്ടിലെ ഉരുൾപൊട്ടൽ മുതലായവയുടെ സാഹചര്യത്തിൽ പലരും ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാം. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവർ നിങ്ങളുടെ ജീവിതം തീർന്നെന്ന് കരുതാതെ
എന്തെങ്കിലുമെല്ലാം ചെയ്ത് ഇതേപോലെ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കെല്ലാം ഇതേപോലെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് പറയുന്ന കാര്യമല്ലെന്നറിയാം, എന്നാലും ഭാവിയിലേക്ക് ചിന്തിക്കുന്ന ഒരു വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിച്ചത്. ഭാവിയിലേക്ക് ഒറ്റപ്പെട്ടു അതേപോലെ പല സ്ഥലത്തും പോലെ ഗൾഫിൽ ചെണ്ട അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും. അവർക്ക് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് ഒരു ടിപ്പാണ്. ഗ്യാസൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. രാത്രിയായി കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ റെഗുലേറ്ററിൻ്റെ വാൾവ് അടക്കാൻ മറക്കരുത്. അങ്ങനെയല്ല ആണെങ്കിലാണ് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് അപകടങ്ങൾ വരുന്നത്. എപ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോൾ സുരക്ഷ മുൻകൂട്ടി വേണം. പിന്നെ വിധിയെടുത്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേതായാലും ഇത് ഏകദേശമായി കഴിഞ്ഞെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഞാനൊന്ന് വീഡിയോ തൽക്കാലം ഓഫാക്കുന്നുണ്ട്. ഇതാക്കി പ്ലേറ്റൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ആദ്യത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഇത്രയധികം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചുകൂടെ വെളിച്ചെണ്ണ അതിൻ്റെ ഒഴിക്കേണ്ടി വന്നു. ആദ്യം ഉണ്ടാക്കിയതാണ്. എനിക്ക് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം. രണ്ടാമത്തേത് ഇവിടെ ഒരു വഴുതനങ്ങയാണ്, ഒരു വലിയ വഴുതനയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ 2ാം ട്രിപ്പാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ ട്രിപ്പ് ഇതേപോലെ വഴുതനങ്ങ അല്ലാതെ പിന്നെ ഉരുളക്കിഴങ്ങ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കാം. പിന്നെ വേറെ എനിക്ക് ശരിക്കും അത്ര പിടിയില്ല. ഉരുളക്കിഴങ്ങും വഴുതനയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കാറ്. തലശ്ശേരി ഭാഗത്തൊക്കെ പണ്ട് മുളക് പപ്പടം എന്ന് പറഞ്ഞ സാധനം ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നലെ ഞാൻ സാധാരണ വാങ്ങുന്ന കടയിൽ ചെന്നപ്പോൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. ഒരു സ്ട്രീറ്റ് ഉണ്ട് പണ്ടൊക്കെ പപ്പടം ഉണ്ടാക്കുന്ന. തലശ്ശേരി ഞങ്ങളുടെ വീട്ടിൻ്റെ മുൻപുണ്ടായിരുന്ന വീടിൻ്റെ അടുത്ത് അവിടെ എല്ലാ തരം പപ്പടങ്ങളും കിട്ടും. ചില സ്ഥലത്ത് ചക്ക കൊണ്ട് പപ്പടം ഉണ്ടാക്കുന്നുണ്ട്, ചക്കപ്പപ്പടം. അതൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിരിക്കുന്ന. ഇതെല്ലാം കൂടാതെ ജാതി ഇല്ല മുളക് പൊടിക്ക് പകരം ഉപയോഗിക്കുന്നൊരു സ്ഥിരമായി കുറേ കാലത്തേക്ക് വെക്കേണ്ട ഒരു സാധനമുണ്ട്. മുളക് പൊടി പോലത്തെ ഒരു പൊടി. അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. അതൊക്കെ ആ സ്ട്രീറ്റിൽ കിട്ടുമായിരുന്നു. ഇപ്പോഴുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ തലശ്ശേരി പോക്കുണ്ട്, എന്നാലും അങ്ങോട്ട് പോകുന്ന സൗകര്യം കിട്ടാറില്ല. അവിടെയൊക്കെ വിറ്റുപോയി. ഭാഗത്തുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഈ വീഡിയോയിൽ ചെയ്യുന്നത്. എൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം എന്ന് പറയുന്നത് പോലെയാണിത്. പ്രിയമുള്ളവരെ, ഇത് 2ാമത്തെ ട്രിപ്പാണ്. ഞാൻ ഇത് മറിച്ചിട്ട് കഴിഞ്ഞ് ആദ്യത്തേത് ഇവിടെ ഉണ്ട്. ഇത് 2ാമത്തെ ട്രിപ്പ്. ഇത്രയധികം ഒരാൾക്ക് വേണ്ട. ഇതിൻ്റെ ഒറ്റ ട്രിപ്പിൻ്റെ മതി. അത് ഒരു വഴുതനങ്ങ വേസ്റ്റായിപ്പോണ്ടെന്ന് വിചാരിച്ച് മുഴുവനായിട്ട് ഉണ്ടാക്കിയത്. മാത്രമല്ല ഒരു കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ അത് ചെറുതായി കുറച്ച് അതിൻ്റെതായ നിലവാരത്ത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാൽ ഒരു വഴുതനങ്ങ, കുറച്ച് വലിയ വഴുതനങ്ങ ഇതേപോലെ സ്ലൈസ് ചെയ്ത് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പും മഞ്ഞളും മുളകും പുരട്ടി വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. ഇനി അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മേശയിൽ കൊണ്ടുവച്ചത് ഒന്നും കൂടെ കാണിക്കുന്നതാണ്. അതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ശശിധരൻസ് വ്ലോഗിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നതോടൊപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നതോടൊപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ആരോഗ്യം സംരക്ഷിക്കണം. അതായത് നല്ലപോലെ വെളിച്ചെണ്ണ ഇതിനകത്ത് നീക്കം ചെയ്തിട്ട് വേണം കഴിക്കാൻ. നമ്മളെല്ലാം പ്രായമൊക്കെ ആയി ഇങ്ങനെയെല്ലാം കണക്ക് തന്നെ. ചെറുപ്പക്കാരും വിദ്യാഭ്യാസക്കാരോടാണ് ഞാൻ പറയുന്നത്. എനിക്ക് 73 ആണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ മതി. നമ്മളെല്ലാം ഇങ്ങനെ പോരാ, കുറേ കാലം കൂടെ ആരോഗ്യം നോക്കേണ്ടവരാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ഇനി കുറച്ചും കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ ഊണിൻ്റെ കൂടെ ഇത് വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. സമയം വളരെ അതിക്രമിച്ച് വിശന്ന് കുടൽ കരിയാൻ തുടങ്ങി. വേറെ മൊബൈലിൽ വേറെ പലതും കണ്ട് പലരോടും വേറെ വീഡിയോകളെല്ലാം കണ്ട് സമയം പോയതറിഞ്ഞില്ല. ഇനി തീന്മേശയിൽ വീണ്ടും കാണാം. പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യുന്നു.
എൻ്റെ സമയം വളരെ വൈകി 2:40 എൻ്റെ ഭക്ഷണം എൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയ ഈ ബ്രിഞ്ചോൾ ഫ്രൈ, അതായത് വഴുതിനങ്ങ പൊരിച്ചതെന്ന് നമ്മളെ നാടൻ ഭാഷയിൽ പൊരിച്ചതെന്ന് പറയും, വറുത്തെന്ന് അങ്ങോട്ടും പറയും. ഇത് കഷായക്കൂട്ടിൻ്റെ ഒരു വെള്ളം. ഇത് ഇപ്പോൾ നമ്മുടെ അടുത്ത വായനശാലയിൽ നമ്മളുടെ ഒരു മെമ്പറാണ് ഇവിടെ ആയുർവേദ ക്യാമ്പ് വന്നതിന് അവിടെ തന്ന ഒരു ചെറിയ ദാഹശമനി, പക്ഷേ അത് കഷായം പോലത്താണ്. അതിൻ്റെ വെള്ളമാണിത് കാണുന്നത്. ശരിക്കും കാണുന്നില്ല, ഇതാണ് ദാഹശമനി പോലെ തന്നെയുള്ളതാണ്. അത് നല്ലതാണ്. കർക്കിടക മാസത്തിൽ അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും സമ്മതത്തോടു കൂടി ഞാൻ ഈ വൈകിയ വേളയിൽ ഊണ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റപ്പെട്ടു പോയി ഒരിക്കലും വിചാരിച്ച് എന്തെങ്കിലും ഇതേപോലെ കുക്കിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെല്ലാം വേറെ വഴിക്ക് പോകില്ല. നമ്മൾക്കൊരു ആത്മവിശ്വാസം വരും. ഗൾഫിലുള്ളവരുണ്ടാകാം, അന്യ സംസ്ഥാനങ്ങളിലുണ്ടാകാം, നേരെ മറിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങോട്ട് കുറച്ച് വീട്ടിലെത്തിപ്പെടാൻ പറ്റാതെ ജീവിക്കുന്നവരുണ്ടാവുക. അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഈ കറി ഉണ്ട്. ഈ കറി ഇന്ന് വാവായതുകൊണ്ട് ഭാര്യ അവരുടെ ഇവിടെയുള്ള ആത്മാക്കൾക്കെല്ലാം കത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ഞങ്ങളുടെ എൻ്റെ മുൻഗാമികൾക്കെല്ലാം അകത്ത് വെച്ച ശേഷം അവൾ അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അവർക്കും കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നാളെ വരും. അപ്പോൾ ഇന്ന് മീൻ വാങ്ങിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മീൻ ഇല്ലെങ്കിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഗുണം എന്താണെന്ന് വെച്ചാൽ, മീനിൻ്റെ എല്ലാ ചേരുവകളും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ മീൻ ഒഴികെ ബാക്കി എല്ലാ സാധനമുണ്ട്. അപ്പോൾ ഒരു തക്കാളിക്കറി പോലെ തക്കാളിക്കറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മീനില്ലെങ്കിൽ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, മീനില്ലെങ്കിലും ഗുണം, ഉണ്ടായാലും ഗുണം എന്ന് പറഞ്ഞാൽ, ദോഷം ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ പോലെ, ഉണ്ടായാൽ അതിൻ്റെ വാടകയൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഒരു വെജിറ്റേറിയൻ ഊണ് ഞാൻ കഴിക്കാൻ ഒരുങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ അതിനുശേഷം എൻ്റെ വിശപ്പ് മാറ്റാനായി ഊണ് കഴിക്കാൻ പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണ്, ഒന്നും കൂടെ പറയാം, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബ്രിഞ്ചോൾ ഫ്രൈ അഥവാ വഴുതിനങ്ങ പൊരിച്ചത്. എൻ്റെ ഒരു ചാനൽ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ആകെ 3 സബ്സ്ക്രൈബർ നിൽക്കുകയാണ്. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ശശിധരൻസ് വ്ളോഗിൻ്റെ ഈ ചാനൽ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാം ഇതേപോലെ ശ്രമിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ എന്ത് വേണമെന്ന് വെച്ചാൽ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഗ്യാസ് അടുപ്പ്, എന്തെങ്കിലും വേറെ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ എല്ലാം അതിൻ്റേതായ മുൻകരുതലുകൾ എടുത്തിട്ട് വേണം ചെയ്യാനെന്ന് കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും മുൻകരുതൽ ഇല്ലാത്തത് കൊണ്ടാണ് നാട്ടിൽ പല ആപത്തുകളും വരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ചൊക്കെ മുൻകരുതൽ നമ്മൾ എത്ര എടുത്താലും വരേണ്ടത് വരും. എന്നാലും കുറച്ചൊക്കെ മുൻകരുതലെല്ലാം മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കണം എന്നാണ് എനിക്ക് ഈ തരുണത്തിൽ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിച്ചു. വിശപ്പ് കലശലായിട്ടുണ്ട്. ഊണ് കഴിക്കാൻ പോകുന്നു. ശശിധരൻസ് വ്ളോഗിലേക്ക് ശശിധരൻ്റെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.